കേരളത്തിൽ മഴക്കാലം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. മഴയും മലയാളികളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ജൂൺ മാസം തുടങ്ങുമ്പോൾ സ്കൂളുകൾ തുറക്കും. അപ്പോൾ പുതിയ കുട വാങ്ങുക എന്നത് കുട്ടികളുടെ വലിയ ആഗ്രഹമാണ്. കുട മലയാളികളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഈ കുടകളുടെ ലോകത്ത് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്നത് സെന്റ് ജോർജ് കുടകളാണ്. ഈ കഥ തുടങ്ങുന്നത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴയിലാണ്. അവിടെയാണ് ഒരു വലിയ വ്യവസായ മാറ്റം നടന്നത്. തയ്യിൽ എബ്രഹാം വർഗീസ് എന്ന മനുഷ്യനാണ് ഈ മാറ്റം കൊണ്ടുവന്നത്. ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ കുടവാവച്ചൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് കുടകളോട് വലിയ ഇഷ്ടമായിരുന്നു. ആദ്യം അദ്ദേഹത്തിന് സ്വന്തമായി കമ്പനി ഉണ്ടായിരുന്നില്ല. കാസിം കരീം സേട്ടിന്റെ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. അവിടെ നിന്നും അദ്ദേഹം കുട നിർമ്മാണത്തിന്റെ പാഠങ്ങൾ പഠിച്ചു. അദ്ദേഹം വളരെ കഠിനമായി അവിടെ ജോലി ചെയ്തു. ബിസിനസിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഏറ്റവും നല്ല കുടകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നം. 1954 അദ്ദേഹം സ്വന്തം കമ്പനി തുടങ്ങി. ഓഗസ്റ്റ് 17-നാണ് അദ്ദേഹം ആ കമ്പനി തുടങ്ങിയത്. അതിന് സെന്റ് ജോർജ് അംബ്രല എന്ന് അദ്ദേഹം പേരിട്ടു. ആലപ്പുഴ ടൗണിൽ ഒരു വാടക കെട്ടിടത്തിലാണ് കമ്പനി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. വെറും 9 ജോലിക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ വളരെ ശ്രദ്ധയോടെ കുടകൾ നിർമ്മിച്ചു. ആദ്യത്തെ വർഷം അവർ 500 ഡസൻ കുടകൾ വിറ്റു. ആളുകൾക്ക് ആ കുടകൾ വളരെ ഇഷ്ടപ്പെട്ടു. കുടകളുടെ ഗുണമേന്മ വളരെ മികച്ചതായിരുന്നു. സെന്റ് ജോർജ് എന്ന പേര് വേഗം പ്രശസ്തമായി മാറി. വർഗീസ് തന്റെ ജീവിതം കുടകൾക്കായി പൂർണ്ണമായും മാറ്റിവെച്ചു. കുടകൾ എങ്ങനെ മികച്ചതാക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം കമ്പനിയെ വളരെ വേഗം വളർത്തി വലുതാക്കി. വർഗീസിന് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് ടി.വി. സ്കറിയ. സ്കറിയ സെന്റ് ജോർജ് ബേബി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് എബ്രഹാം തയ്യിൽ എന്നാണ്. ഇരുവരും പിതാവിന്റെ ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു. കമ്പനി വളർത്താൻ അവർ വലിയ രീതിയിൽ സഹായിച്ചു. പുതിയ ഡിസൈനുകൾ അവർ വിപണിയിൽ ഇറക്കി. എന്നാൽ 1968-ൽ എബ്രഹാം വർഗീസ് മരിച്ചു. അത് വ്യവസായത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾ തോറ്റുകൊടുത്തില്ല. അവർ കമ്പനിയുടെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. അവർ 20 വർഷത്തിലധികം ഒരുമിച്ച് പ്രവർത്തിച്ചു. സെന്റ് ജോർജ് കുടകൾ കേരളത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡായി മാറി. ടി.വി. സ്കറിയ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു. മികച്ച കുടകൾ നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കുടകളുടെ ഗുണനിലവാരത്തിൽ അദ്ദേഹം വലിയ ശ്രദ്ധ നൽകി. അദ്ദേഹം ഇന്ത്യയിൽ കുട നിർമ്മാണത്തിനുള്ള ISI നിയമങ്ങൾ തയ്യാറാക്കാൻ സഹായിച്ചു. 1979-ൽ അദ്ദേഹം ഗുണനിലവാര സമിതിയിൽ അംഗമായി. 1986-ൽ അദ്ദേഹം അതിന്റെ ചെയർമാനായി മാറി. ഇത് കേരളത്തിന് വലിയ അഭിമാനമുള്ള കാര്യമായിരുന്നു. ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകുന്ന IMM അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. രാജീവ് ഗാന്ധി ക്വാളിറ്റി അവാർഡും അദ്ദേഹത്തിന് കിട്ടി. ISO അംഗീകാരം ലഭിച്ച ആദ്യത്തെ കുട കമ്പനിയായി ഇത് മാറി. സെന്റ് ജോർജ് കുടകൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി. സ്കറിയയ്ക്ക് വളരെ രസകരമായ ഒരു വിനോദമുണ്ടായിരുന്നു. അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്തു. യാത്രകളിൽ അദ്ദേഹം കുടകളുടെ ചെറിയ ശില്പങ്ങൾ വാങ്ങി. കുട ചൂടി നിൽക്കുന്ന ആളുകളുടെ ശില്പങ്ങളായിരുന്നു അവ. തന്റെ വീട്ടിലും ഷോറൂമിലും അദ്ദേഹം അത് സൂക്ഷിച്ചു. അദ്ദേഹത്തിന് കുടകളോടുള്ള വലിയ സ്നേഹമാണ് ഇതിൽ കാണുന്നത്. കമ്പനി വലിയ വിജയമായി മാറി. അങ്ങനെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുടകൾ വിൽക്കാൻ തുടങ്ങി. 1995 ഒരു നിർണായക വർഷമായിരുന്നു. സെന്റ് ജോർജ് കമ്പനി തുടങ്ങിയിട്ട് 41 വർഷമായി. ബിസിനസ് വിഭജിക്കാൻ തയ്യിൽ കുടുംബം തീരുമാനിച്ചു. അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ പിരിഞ്ഞു. പഴയ സെന്റ് ജോർജ് കമ്പനി അങ്ങനെ അടച്ചുപൂട്ടി. പകരം 2 പുതിയ കമ്പനികൾ അവിടെ ഉണ്ടായി. ടി.വി. സ്കറിയ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി. അദ്ദേഹത്തിന്റെ സഹോദരൻ എബ്രഹാം തയ്യിൽ മറ്റൊരു കമ്പനി തുടങ്ങി. ടി.വി. സ്കറിയ തന്റെ ബ്രാൻഡിന് പോപ്പി എന്ന് പേരിട്ടു. സഹോദരന്റെ കമ്പനിക്ക് ജോൺസ് എന്നും പേരിട്ടു. എബ്രഹാം തയ്യിലിന്റെ മകൻ ജോസഫ് തയ്യിലാണ് ജോൺസ് കമ്പനി നയിച്ചത്. ഇത് പുതിയൊരു വ്യവസായ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. പോപ്പി എന്ന പേരിന് പിന്നിൽ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. അത് സ്കറിയയുടെ ഇളയ മകനുമായി ബന്ധപ്പെട്ടതാണ്. ആ മകന് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുണ്ടായിരുന്നു. 8 വയസ്സുവരെ അവന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുടുംബത്തിന് അത് വലിയ സങ്കടമായിരുന്നു. അവന്റെ ശബ്ദം കേൾക്കാൻ അവർ കാത്തിരുന്നു. ഒടുവിൽ അവൻ തന്റെ ആദ്യത്തെ വാക്ക് പറഞ്ഞു. ആ വാക്ക് പോപ്പി എന്നായിരുന്നു. അവൻ പോപ്പിൻസ് എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. നിറങ്ങളുള്ള പോപ്പിൻസ് മിഠായികൾ അവന് വളരെ ഇഷ്ടമായിരുന്നു. പോപ്പി എന്ന വാക്ക് ആ കുടുംബത്തിന് വലിയ സന്തോഷം നൽകി. അതവർക്ക് സന്തോഷത്തിന്റെ അടയാളമായി മാറി. അതിനാൽ പുതിയ കമ്പനിക്ക് പോപ്പി അംബ്രല മാർട്ട് എന്ന് പേരിട്ടു. മകനോടുള്ള സ്നേഹമാണ് ആ പേരിൽ കാണുന്നത്. മറുവശത്ത് ജോൺസ് കുടകളും വളരെ ശക്തമായി വിപണിയിലെത്തി. ജോസഫ് തയ്യിൽ അതിനെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. പോപ്പിക്കും ജോൺസിനും വലിയ അനുഭവസമ്പത്തുണ്ടായിരുന്നു. സെന്റ് ജോർജ് കമ്പനിയുടെ പാരമ്പര്യം അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച കുടകൾ ഉണ്ടാക്കാൻ അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പരസ്പരം മത്സരിക്കുന്ന കമ്പനികളായി. അത് വളരെ നല്ല മത്സരമായിരുന്നു. വില കുറച്ചല്ല അവർ പരസ്പരം മത്സരിച്ചത്. പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നാണ് അവർ മത്സരിച്ചത്. പരസ്യങ്ങളിലൂടെ അവർ ജനങ്ങളിലേക്ക് എത്തി. ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ അവർ നൽകി. 80കളിലും 90കളിലും കേരളത്തിൽ പരസ്യങ്ങൾ കുറവായിരുന്നു. എന്നാൽ പോപ്പിയും ജോൺസും ഈ രീതി പൂർണ്ണമായും മാറ്റി. കേരളത്തിലെ ആദ്യത്തെ വലിയ പരസ്യയുദ്ധം അവർ തുടങ്ങി. അവർ ടെലിവിഷനിലും റേഡിയോയിലും പരസ്യങ്ങൾ നൽകി. ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന മനോഹരമായ പാട്ടുകൾ അവർ ഉണ്ടാക്കി. പോപ്പി വളരെ പ്രശസ്തമായ ഒരു പാട്ടുമായി വന്നു.
മഴമഴ കുടകുട മഴ വന്നാൽ പോപ്പിക്കുട എന്നതായിരുന്നു ആ പാട്ട്. ഇന്നും ആ പാട്ട് ആളുകൾ ഓർക്കുന്നുണ്ട്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന പാട്ടും അവർ ഇറക്കി. ഈ പാട്ടുകൾ കുടകളെ ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാക്കി. ജോൺസ് ഇതിന് ശക്തമായ മറുപടി നൽകി. കുഞ്ഞാഞ്ഞ വന്നേ എന്ന പാട്ട് അവർ ഉണ്ടാക്കി. രണ്ട് കമ്പനികളും കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്. കുട്ടികൾക്ക് ഈ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെട്ടു. പണ്ട് സെന്റ് ജോർജ് കമ്പനി ഉച്ചഭാഷിണി വെച്ച കാറുകളിൽ പരസ്യം ചെയ്തിരുന്നു. ആ പഴയ രീതിയുടെ തുടർച്ചയായിരുന്നു ഇത്. സെന്റ് ജോർജ് കുടകളുടെ പുതിയ പേര് എന്നാണ് അവർ ആദ്യം പരസ്യം നൽകിയത്. ഒരു കാര്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. കുടുംബത്തിലെ വാങ്ങലുകളെ കുട്ടികൾ സ്വാധീനിക്കും. കുട്ടിക്ക് ഒരു കുട വേണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അത് വാങ്ങി നൽകും. അതിനാൽ പോപ്പി ഒരു പ്രത്യേക ക്ലബ്ബ് തുടങ്ങി. പോപ്പി കിഡ്സ് ക്ലബ്ബ് എന്നായിരുന്നു അതിന്റെ പേര്. അതൊരു വലിയ വിജയമായി മാറി. 8 മുതൽ 10 ലക്ഷം വരെ കുട്ടികൾ അതിൽ ചേർന്നു. കുട്ടികൾക്ക് വിളിക്കാൻ ഒരു പ്രത്യേക ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അവർക്ക് പോപ്പി അങ്കിളിനോട് അതിലൂടെ സംസാരിക്കാമായിരുന്നു. ഈ കോളുകൾ എടുക്കാൻ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. ഇത് കുട്ടികൾക്കിടയിൽ പോപ്പിയെ വലിയ താരമാക്കി. ജോൺസും കുട്ടികളുടെ കുടകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കാർട്ടൂൺ ചിത്രങ്ങളുള്ള കുടകൾ അവർ ഉണ്ടാക്കി. കുടയുടെ പിടിയിൽ വിസിലുള്ള മോഡലുകൾ അവർ നിർമ്മിച്ചു. നിറങ്ങളിൽ കുടകൾ പുറത്തിറക്കി. പുതിയ കുട വാങ്ങുക എന്നത് കുട്ടികൾക്ക് ഒരു ഉത്സവമായി മാറി. ഈ വലിയ മത്സരം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. സാധാരണ കറുത്ത കുടകൾ മാത്രമുണ്ടായിരുന്ന കാലം മാറി. നിറമുള്ള കുടകൾ കടകളിൽ നിറഞ്ഞു. പോപ്പി 150-ലധികം മോഡലുകൾ വിപണിയിൽ എത്തിച്ചു. സ്കറിയയുടെ മൂത്ത മകൻ ഡേവിസ് തയ്യിലാണ് പോപ്പിയുടെ പുതിയ ആശയങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം നടക്കാൻ ഉപയോഗിക്കുന്ന വടിയുടെ രൂപത്തിൽ കുട ഡിസൈൻ ചെയ്തു. പ്രായമുള്ള ആളുകൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഉള്ളിൽ ഒരു ചെറിയ കുട ഒളിപ്പിച്ചു വെച്ച വടിയും അദ്ദേഹം ഉണ്ടാക്കി. ജോൺസും മികച്ച പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു. H2O ഷെയ്ക്ക് എന്ന കുട അവർ പുറത്തിറക്കി. അതിന് പ്രത്യേക ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ വെള്ളം തങ്ങി നിൽക്കില്ല. ഒന്ന് കുടഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങും. ഒടിയില്ല ആശാനെ എന്ന പരസ്യം ജോൺസ് നൽകി. കുട ഒടിയില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. അത് വലിയ വിജയമായി. 2008-ൽ രത്തൻ ടാറ്റ നാനോ കാർ പുറത്തിറക്കി. ഇത് കണ്ട് ഡേവിസ് തയ്യിലിന് ഒരു പുതിയ ആശയം തോന്നി. അദ്ദേഹം പോപ്പി നാനോ കുട പുറത്തിറക്കി. അത് വെറും 16 സെന്റിമീറ്റർ മാത്രമുള്ള ചെറിയ കുടയായിരുന്നു. അത് പോക്കറ്റിൽ എളുപ്പത്തിൽ വെക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ചെറിയ കുട എന്നാണ് പോപ്പി അതിനെ വിശേഷിപ്പിച്ചത്. അത് വലിയ ജനപ്രീതി നേടി. ഉടൻ തന്നെ ജോൺസ് ആറ്റം എന്ന കുട ഇറക്കി. അതും വളരെ ചെറുതും വില കുറഞ്ഞതുമായിരുന്നു. 5 മടക്കുകളുള്ള കുടയായിരുന്നു അത്. 2 കമ്പനികളും രഹസ്യമായി മീറ്റിംഗുകൾ നടത്തി പുതിയ കുടകൾ പ്ലാൻ ചെയ്തു. പുതിയ കണ്ടുപിടുത്തങ്ങൾ അവിടെ അവസാനിച്ചില്ല. കമ്പനികൾ സ്മാർട്ട് കുടകൾ വിപണിയിൽ എത്തിച്ചു. പോപ്പി ഐട്രാക്ക് എന്ന കുട പുറത്തിറക്കി. അതിലൊരു GPS ട്രാക്കർ ഉണ്ടായിരുന്നു. കുട്ടികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതിലൂടെ മാതാപിതാക്കൾക്ക് കഴിയും. ജോൺസ് ഐ ഓട്ടോ എന്ന കുട പുറത്തിറക്കി. അത് പൂർണ്ണമായും തനിയെ പ്രവർത്തിക്കുന്നതായിരുന്നു. ഒരു ചെറിയ ബാറ്ററി അതിലുണ്ടായിരുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ അത് തുറക്കുകയും അടയുകയും ചെയ്യും. പോപ്പി വണ്ടർ 7 എന്ന കുടയിൽ 7 പ്രത്യേക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ടോർച്ച്, തെർമോമീറ്റർ, കോമ്പസ്, വിസിൽ എന്നിവ അതിലുണ്ടായിരുന്നു. ബ്ലൂടൂത്ത് ഉള്ള കുടകളും അവർ കൊണ്ടുവന്നു. MP3 പ്ലെയർ ഉള്ള കുടകൾ അവർ വിപണിയിൽ പുറത്തിറക്കി. ചെറിയ ഫാൻ ഉള്ളിൽ വെച്ച കുടകളും നിർമ്മിച്ചു. ദമ്പതികൾക്ക് ഒന്നിച്ചു നടക്കാൻ വലിയ കപ്പിൾ കുടകൾ ഉണ്ടാക്കി. വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പ്രത്യേക സൺ കുടകളും അവർ പുറത്തിറക്കി. അതിൽ പ്രത്യേക അൾട്രാവയലറ്റ് കോട്ടിംഗ് നൽകി. ഈ ബിസിനസ് ആലപ്പുഴയ്ക്ക് വലിയ ഗുണം ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിച്ചു. ആലപ്പുഴയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് വലിയ സഹായമായി. പോപ്പിയുടെ കുട വിൽക്കാൻ 8000-ലധികം ആളുകൾ തയ്യാറായി വന്നു. ഇന്ന് പോപ്പിയും ജോൺസും വലിയ കമ്പനികളാണ്. കേരളത്തിലെ കുട വിപണിയുടെ വലിയൊരു ഭാഗം അവർ നിയന്ത്രിക്കുന്നു. 100 കോടിയിലധികം രൂപയാണ് അവരുടെ വരുമാനം. അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടകൾ അയക്കുന്നുണ്ട്. മുംബൈ, ഗോവ എന്നിവിടങ്ങളിൽ അവർ കുടകൾ വിൽക്കുന്നു. കേരളത്തിലെ കുടകളുടെ ഗുണനിലവാരം വളരെ മികച്ചതാണ്. നല്ല കുടകൾക്ക് കൂടുതൽ വില നൽകാൻ കേരളത്തിലുള്ളവർ തയ്യാറാണ്. ഒരു പ്രാദേശിക കമ്പനിക്ക് ദേശീയ തലത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഇന്ന് പുതിയ തലമുറയാണ് കമ്പനികൾ നടത്തുന്നത്. ഡേവിസ് തയ്യിലാണ് ഇപ്പോൾ പോപ്പിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ കെവിൻ തയ്യിലും ബിസിനസ്സിലെത്തി. കെവിൻ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞു. ജോസഫ് തയ്യിൽ ജോൺസിനെ വളരെ മികച്ച രീതിയിൽ നയിക്കുന്നു. പഴയ വലിയ മത്സരം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇരു കമ്പനികളും ഇപ്പോൾ പരസ്പരം വലിയ ബഹുമാനം നൽകുന്നുണ്ട്. പുതിയ ഗവേഷണങ്ങളിലാണ് അവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. 2 കമ്പനികളും വിപണിയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നു. TV സ്കറിയ വളരെ മികച്ച ഒരു ജീവിതം നയിച്ചു. തന്റെ ബിസിനസ് വലിയൊരു സാമ്രാജ്യമായി മാറുന്നത് അദ്ദേഹം കണ്ടു. പിന്നീട് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. 2021 ഏപ്രിൽ 19-ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. ഭാര്യ തങ്കമ്മ ബേബിയാണ്. ലാലി, ഡെയ്സി എന്നീ പെൺമക്കളും ഡേവിസ്, പോപ്പി എന്നീ ആൺമക്കളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മരണം വ്യവസായത്തിന് വലിയ നഷ്ടമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കുടകളിലൂടെ ഇന്നും ജീവിക്കുന്നു. സെന്റ് ജോർജ് കുടകളുടെ ചരിത്രം നമുക്ക് വലിയ പ്രചോദനം നൽകുന്നു. കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കാമെന്ന് ഇത് പഠിപ്പിക്കുന്നു. തയ്യിൽ എബ്രഹാം വർഗീസ് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. അദ്ദേഹം വലിയൊരു ബ്രാൻഡ് ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ മക്കൾ അതിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. കുടുംബത്തിലെ വിഭജനം അവർ വളരെ പോസിറ്റീവായി എടുത്തു. 2 പുതിയ മികച്ച കമ്പനികൾ അവിടെ ജനിച്ചു. ആരോഗ്യകരമായ മത്സരത്തിന്റെ ഗുണം നമുക്കിതിൽ കാണാം. പോപ്പിയും ജോൺസും കുടകളെ വെറും ഉപകരണമല്ലാതാക്കി മാറ്റി. നമ്മുടെ മഴക്കാലങ്ങളിൽ അവർ വലിയ സന്തോഷം നിറച്ചു. അവർ ഉണ്ടാക്കിയ പരസ്യ ഗാനങ്ങൾ ഇന്നും നാം പാടുന്നു.
അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. സെന്റ് ജോർജ് എന്ന പേര് ഇന്ന് വിപണിയിലില്ല. എന്നാൽ അതിന്റെ ജീവൻ ഓരോ പോപ്പി ജോൺസ് കുടകളിലുമുണ്ട്. അത് കേരളത്തിലെ മഴയോടൊപ്പം എക്കാലവും ജീവിക്കും.